ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട +1 അലോട്ട്മെൻറ്റ് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ, ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് MS സൊല്യൂഷൻസിൻ്റെ SSLC എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ്. ഇനി മുതൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വീഡിയോസും വരിക MS സൊല്യൂഷൻസിൻ്റെ +1 യൂട്യൂബ് ചാനലിലാണ്. അവിടെ ഓൾറെഡി ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഫുൾ A+ ഉള്ള കുട്ടിക്കല്ല എന്ത് കിട്ടുക, സീറ്റ് കിട്ടുക. സീറ്റ് കിട്ടുന്നത് WGPA വാല്യൂ കൂടുതലുള്ള കുട്ടിക്കാണ്. സർ, എന്താണ് WGPA? അത് അറിയണമെങ്കിൽ MS സൊല്യൂഷൻസിൻ്റെ +1 ചാനൽ ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടു നോക്കിക്കോ. കാണാതിരുന്നാൽ അപകടം അപകടം അപകടം. അതൊരു വാർണിംഗ് ആണ്. റെഡി? അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ടു സെറ്റ് കാര്യങ്ങൾ ഒന്ന് ഇരുന്ന് വായിക്കാനുള്ള സമയമുണ്ടോ? ഒരു 30 പേജുള്ള ഗവൺമെൻറ്റിൻ്റെ സർക്കുലറാണ് അലോട്ട്മെൻറ്റിൻ്റെ SWS പ്രോസ്പെക്ടസ് എന്ന് പറയും. കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസ് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. പക്ഷേ ഈ വർഷം ആകെ എന്തേ മാറുള്ളൂ? അതിലുള്ള ഡേറ്റ് മാത്രമേ മാറുള്ളൂ. അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റുകൾ മാത്രമേ മാറുള്ളൂ. പ്രൊസീജിയറിന് ഒരു മാറ്റം ഉണ്ടാവില്ല. കാര്യം ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നു, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നു, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നു, തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നു, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്നു, സ്പോട്ട് അലോട്ട്മെൻറ്റ് വരുന്നു. അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. പിന്നെ ബോണസ് പോയിൻ്റ് ആർക്കൊക്കെയാണ്? ബോണസ് പോയിൻറ്റിൻ്റെ ആർക്കൊക്കെയാണ് ഉണ്ടാവുക? WGP ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? നിങ്ങളുടെ WGP എത്രയാണ്? ഗ്രേസ് മാർക്കിൻ്റെ ബോണസ് പോയിൻ്റ് ഉണ്ടോ? അല്ലെങ്കിൽ ഗ്രേസ് മാർക്കിൻ്റെ വാല്യൂ എത്രയാണ്? അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, എയ്ഡഡ് കോട്ട, മെറിറ്റ് കോട്ട, ഇത്തരം കോട്ടകളിലേക്കൊക്കെ അഡ്മിഷൻസ് എങ്ങനെയാണ് നടക്കുക? ആർക്കൊക്കെയാണ് പരിഗണന? EWS റിസർവേഷനുള്ള ആൾക്കാരെ എന്തൊക്കെ കരുതി വെക്കണം? എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ വേണം? ഇങ്ങനെ കംപ്ലീറ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ടു സെറ്റ് സംശയങ്ങൾക്കുള്ള മറുപടി അത് ഗവൺമെൻറ്റിൻ്റെ പ്രോസ്പെക്ട് സർക്കുലറാണ്. മലയാളത്തിലാണ്, പച്ച മലയാളത്തിലാണ് ഈ സർക്കുലർ ഉള്ളത്. സോ ഈ ഒരു സർക്കുലർ ലഭിക്കാൻ വേണ്ടി താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ച ഒരു MS സൊല്യൂഷൻസിൻ്റെ +1 അലോട്ട്മെൻറ്റിൻ്റെ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ. കറക്റ്റ് 1 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു PDF-ൻ്റെ ലിങ്ക് കിട്ടും. നിങ്ങൾ ആ PDF ഓപ്പൺ ആക്കിയിട്ട് നോക്കിയാൽ മതി. ഈ വർഷത്തെ ആ PDF വരിക മെയ് 24 വരും. കാര്യം 25-നല്ലേ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് ടൈം എടുക്കും അത് വരാൻ. സോ തീർച്ചയായിട്ടും ഈ ഒരു ഫോമിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണുള്ളത്, അത് ഏതൊക്കെ കോഴ്സുകളുണ്ട്. കേരളത്തിൽ എത്രയോ കോഴ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയില്ലേ? 46 കോഴ്സ് ഉണ്ട് കേരളത്തിൽ. 46 കോഴ്സുകൾ. അതിലേത് കോഴ്സാണോ നിങ്ങൾക്ക് ഇഷ്ടം? നിങ്ങളുടെ സ്കൂളിൽ ഏതൊക്കെ കോഴ്സുകളുണ്ട് എല്ലാം നിങ്ങൾക്ക് അന്വേഷിക്കാം. റെഡി? ഇനി ഏതൊക്കെ നീന്തൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് വരെയുള്ള ചോദ്യങ്ങൾ വരെ ഉത്തരങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ്, ഈ ഒരു സർക്കുലർ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്ന MS സൊല്യൂഷൻസിൻ്റെ +1 അലോട്ട്മെൻറ്റ് ഗ്രൂപ്പിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് കിട്ടും. റെഡി? കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി MS സൊല്യൂഷൻസിൻ്റെ +1 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ബൈ.